ബിഗ് ബോസ് മലയാളം സീസൺ 6 മാർച്ച് 10 ഞായറാഴ്ച രാത്രി 7 മണിക്ക് തുടങ്ങാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 വരുന്ന ഉറപ്പായ 20 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് നമ്മൾ ഇന്നലത്തെ വീഡിയോ ആയിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാ സീസണുകളും ഇപ്പോൾ സീസൺ 1 മുതൽ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെക്കുന്നതാണ് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളും. ബിഗ് ബോസ് തുടങ്ങുന്നതിന് 2-3 ഡേയ്സ് മുന്നേ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ സീസണിലും നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പതിവ് തെറ്റിച്ചിട്ടില്ല, പങ്കുവെച്ചിട്ടുണ്ട് 10 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രോബബിൾ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാണ് പങ്കുവെച്ചിരിക്കുന്നത്. ഇതിന് മുന്നത്തെ സീസണുകളിലും ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെച്ച കുറച്ചധികം കണ്ടസ്റ്റൻസ് ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ സീസണിലേക്ക് വരാറുണ്ട്. എന്ന് വെച്ച് എല്ലാവരും വരാറില്ല. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ കുറെ പേരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ ബിഗ് ബോസ് സീസൺ 6 പ്രോബബിൾ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 10 കണ്ടസ്റ്റൻസിന്റെ പേരാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ഒന്നാമത് പറയുന്നത് ആക്ടർ ആയിട്ടുള്ള ഭീമൻ രഘു. നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഏഷ്യാനെറ്റിലെ സീരിയലുകളിലൊക്കെ ക്യാമിയോ റോളിൽ വരാറുണ്ട്. ഒരു ആക്ടറാണ്. നമ്മുടെ ജയൻ പോയ പിന്നെ അത്തരത്തിലുള്ള വേഷങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു അടിപൊളി ആക്ടറാണ് നമ്മുടെ ഭീമൻ രഘു. കോമഡിയനുമാണ്, പിന്നെ സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസും ആവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഭീമൻ രഘുവിൻ്റെത്. ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദെൻ രണ്ടാമതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത് ശരണ്യ ആനന്ദ്. അത് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഒന്നുമല്ല, 100% കൺഫേം ആണ്. ശരണ്യ ആനന്ദ് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിലെ വേദിക എന്ന കഥാപാത്രം ചെയ്യുന്ന ശരണ്യ ആനന്ദ് ബിഗ് ബോസ് മലയാളം സീസൺ 6 കൺഫേംഡ് ആണ്. ദെൻ അടുത്തതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് തന്നെയാണ്, ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറാണ് ജിൻഡോ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഒരുപാടധികം കണ്ടസ്റ്റൻസിനെ ബോഡി ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനറാണ്. കൺഫേംഡ് ആണ് പുള്ളിക്കാരൻ. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ജിൻഡോനെയാണ്. ദെൻ ടൈംസ് ഓഫ് ഇന്ത്യ നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നതും ഒരു കണ്ടസ്റ്റന്റിനെയാണ്, നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റും മോഡലുമായിട്ടുള്ള ജസീല പർവീൻ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. കൺഫേംഡ് ആണ് പുള്ളിക്കാരത്തി ജസീല പർവീൻ. ദെൻ അടുത്തത് അഞ്ചാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആക്ടർ ആയിട്ടുള്ള നിയാസിനെയാണ്. നിയാസ് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏഷ്യാനെറ്റ് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഒരു സിനിമ ആക്ടറാണ് പുള്ളിക്കാരൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രോബബിൾ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ആറാമതായിട്ട് പറയുന്നത് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റിനാണ്, ജാൻമോണി ദാസ്. ട്രാൻസ്ജെൻഡർ ആണ്. നമ്മുടെ ട്രാൻസ് വുമൺ കാറ്റഗറിയിൽ നിന്ന് കേരളത്തിലെ ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമോണി. ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തത് ഏഴാമതായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പേര് ബിഗ് ബോസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ സ്വാന്തനം സീരിയലിലെ സജിൻ, നമ്മുടെ ശിവൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സജിന്റെ പേരാണ് ഏഴാമതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ സജിൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സജിൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ് സജിൻ. നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ സജിനെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് എട്ടാമതായിട്ട് അന്നാരാജൻ നമ്മുടെ ഇനോഗ്രേഷൻ ക്യൂൻ എന്ന് പറയാം. നമ്മുടെ ഹണി റോസിന് ശേഷം ഇനോഗ്രേഷൻ ക്യൂൻ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ അന്നാരാജൻ അല്ലെങ്കിൽ ഹണി റോസ്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ബിഗ് ബോസിലേക്ക് വരണമെന്ന് ഒത്തിരി പേര് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നാരാജന്റെ പേര് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആവും നമുക്ക് കണ്ടറിയാം. ദെൻ അടുത്തത് ഒമ്പതാമതായിട്ട് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റിനെയാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത്, യമുന റാണി. ഏഷ്യാനെറ്റിൽ ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിൽ മധുബന്തി എന്ന കഥാപാത്രം ചെയ്തിരുന്ന യമുന റാണിനെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട്. ഒരു 100% ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തത് പത്താമതായിട്ടും അവസാനത്തതായിട്ടും നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഐശ്വര്യ ഭാസ്കരൻ. പണ്ടത്തെ സിനിമകൾ, ഇപ്പം മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ ഉള്ള പണ്ടത്തെ സിനിമകൾ എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക സിനിമകളിലും നായിക കഥാപാത്രം തന്നെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സമയത്ത് സൂര്യ ടിവിയിലും ഏഷ്യാനെറ്റിലൊക്കെ ആയിട്ട് സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. ഐശ്വര്യ ഭാസ്കരനെയും നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രോബബിൾ കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ മേൽ പറഞ്ഞ 10 പേരുകളിൽ ഇപ്പൊ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെച്ച ഈ ഒരു 10 പേരുകളിൽ 5 പേര് കൺഫേംഡ് ആണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ശൈലിയാണത്. ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന എല്ലാവരും ഒന്നും ബിഗ് ബോസിൽ വരാറില്ല. മുൻ സീസണുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലും 5 പേര് കൺഫേംഡ് ആണ്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ശരണ്യ ആയാലും ജിൻഡോ, പിന്നെ ജസീല, ജാൻമണി, അതോടൊപ്പം തന്നെ നമ്മുടെ യമുന റാണി, ഇവർ 5 പേരും കൺഫേംഡ് ആണ്. ഇവർ ഉറപ്പായ കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില പേരുകളാണ് നമ്മുടെ നിയാസിൻ്റെതും ഭീമൻ രഘു, പിന്നെ ഐശ്വര്യ ഭാസ്കരൻ. ഇവരെയൊക്കെ നമുക്ക്
പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അന്നാരാജൻ എടുത്തു പറയേണ്ട ഒരു പേരാണ്. വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തായാലും ബിഗ് ബോസ് അത്രയും വലിയൊരു പേയ്മെന്റ് കൊടുത്ത് കൊണ്ടുവന്നു. കാരണം ഡേ ടു ഡേ ഇനോഗ്രേഷൻ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അന്നാരാജൻ എന്ന് പറയുന്നത്. ഈ ഹണി റോസ് ഇല്ലാത്തടത്ത് അന്നാരാജൻ, അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും വലിയൊരു പേയ്മെന്റ് കൊടുത്ത് അന്നാരാജനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ബൈ ചാൻസ് ഒരു 1% ചാൻസ് വേണമെങ്കിൽ പറയാം വരാനായിട്ട്. പിന്നെ സജിന്റെ കാര്യം, സജിനായാലും ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഓഡീഷൻ കോൾ പോയിട്ടുണ്ടായിരുന്നു. ദെൻ അതിലുപരി മുന്നോട്ട് പോയില്ല എന്നാണ് അറിയുന്നത്. നമ്മുടെ സ്വാന്തനം സീരിയലിൽ നിന്ന് ഇപ്പോൾ അപ്സര ആൽബി വരുന്നതായിട്ടാണ് അറിയുന്നത്. ഒന്നിലധികം പേര് ഒരു സീരിയലിൽ നിന്ന് വരാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. സജിൻ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം സജിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സജിന് വേണ്ടി പ്രത്യേകിച്ച് ആർമിയും കാര്യങ്ങളും തുടങ്ങി കഷ്ടപ്പെടണം. ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്താൽ തീരാത്തത്ര ആർമി പേജുകളുണ്ട്. നമ്മുടെ സജിനായാലും ശിവൻ ആർമി, ശിവാഞ്ജലി ആർമി, അങ്ങനെയൊക്കെ ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ സാന്ത്വനം സീരിയലിലെ ശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ സജിൻ വരികയാണെങ്കിൽ പൊളിക്കും. എനിക്കും പേഴ്സണലി വരണമെന്ന് ആഗ്രഹമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ സജിനും അന്നാരാജനും പിന്നെ ഭീമൻ രഘുവും വന്നാൽ കൊള്ളാമെന്നുണ്ട്. ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെച്ച ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളും. ഈ ഒരു ലിസ്റ്റ് കണ്ടിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ പറഞ്ഞ ആളുകളൊന്നും ഇതിലില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്, 5 പേര് ഉറപ്പായ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞ വ്യക്തികൾ തന്നെയാണ്. പിന്നെ സജിനും എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അന്നാരാജനെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഡിക്ഷൻ ആയിട്ടൊന്നുമല്ല, ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു 10 കണ്ടസ്റ്റന്റിൽ 10ൽ 10 വന്നൊന്നുമില്ല, കൺഫേംഡ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവച്ചിരിക്കുന്നത്. ഒരു പ്രോബബിൾ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ്, അത്രയുമാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഈ ഒരു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു വ്യക്തിയുടെ പേര് കൂടി ഞാൻ പറയാണ്, ഇതെന്റെ പ്രഡിക്ഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ 20 പേരടങ്ങുന്ന ഒരു കൺഫർമേഷൻ ലിസ്റ്റ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ വൈൽഡ് കാർഡായിട്ട് കയറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല, ഉറപ്പ് പറയുന്നില്ല. പ്രവീൺ ദി മല്ലു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ദി മാർക്കറ്റിംഗ് മല്ലു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ കാണാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റീൽസ് ആയിട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രവീൺ എന്ന് പറയുന്നത്. ഭയങ്കര വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രവീൺ. ദി മാർക്കറ്റിംഗ് മല്ലു എന്നുള്ള പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. ഏകദേശം 3 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. ഏകദേശം 100 ചില പോസ്റ്റ് പുള്ളിക്കാരൻ ആകെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പ്രവീൺ ദി മാർക്കറ്റിംഗ് മല്ലുവിനെ നമുക്ക് ബിഗ് ബോസിൽ പ്രോബബിൾ കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയാം. എന്ന് വെച്ചാൽ കൺഫേംഡ് അല്ല, ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് പറയില്ല. ചാൻസ് ഉണ്ട്, ചിലപ്പോൾ വൈൽഡ് കാർഡൊക്കെ ആയിട്ട് വരാനായിട്ട് പ്രവീണും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞ 10 പേരും അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രവീൺ എന്ന് പറഞ്ഞ ഒരാളും അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് കുറേ പേര് വരാനായിട്ട് ചാൻസ് ഉള്ളവരുണ്ട് ഈ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ. 5 പേര് നമ്മ കൺഫർമേഷൻ പറഞ്ഞ ആളുകൾ തന്നെയാണ്. പിന്നീട് നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിച്ചു, പോകേണ്ടവർക്ക് പോകാം. എന്നോട് കുറച്ച് പേര് കുറച്ച് പേര് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ കോമണേഴ്സ് ആയിട്ട് വരുന്ന നമ്മുടെ റസ്മിൻ ബായ് ആയാലും അതോടൊപ്പം തന്നെ നിഷാനയൻ, ഇവർ 2 പേരും കോമണേഴ്സ് അല്ല, സെലിബ്രിറ്റീസ് ആണ്. ബിഗ് ബോസ് ഉഡായിപ്പ് കാണിച്ച് സാധാരണക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് യൂട്യൂബിൽ കമന്റുകളും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതിനെ ചൊല്ലിയിട്ട് എല്ലാ റിവ്യൂവേഴ്സും വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റി അങ്ങനെ പറയുന്ന സമയത്ത് പോകേണ്ടവർക്ക് പോകട്ടെ. ഇനി ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും കഴിഞ്ഞു, നമ്മൾ ഈ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റ് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇനി ഈ കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് വന്നു വിചാരിച്ചാണ്. അപ്പോൾ ഈ ഒരു കോമണേഴ്സിന്റെ കാര്യം, റസ്മിൻ ബായ് ആയാലും നിഷാനയൻ ആയാലും ഇപ്പൊ അവർക്ക് 14,000 ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. അതോടൊപ്പം തന്നെ നമ്മുടെ റസ്മിൻ ബായ് ആയിക്കോട്ടെ, പുള്ളിക്കാരത്തി കുറച്ചധികം സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും വിജയൊക്കെ ആയിട്ടൊന്നും അല്ല, നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന ചില ആക്ട്രസ് ആയിട്ട് പുള്ളിക്കാരത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ട് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരാൾ കോമണർ അല്ലാതാവില്ല. ഇപ്പോൾ 4,000 ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോമണർ അല്ലാതാവില്ല. പുള്ളിക്കാരത്തി ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഒരു കോമണർ കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 200 ഫോളോവേഴ്സ്, ഒന്നിലും ആക്റ്റീവ് അല്ല, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒന്നിലും ആക്റ്റീവ് അല്ലാതെ ചെറിയ വല്ല ജോലിയും ചെയ്ത് നടക്കുന്ന ഒരാളാണ് നിങ്ങളെ സംബന്ധിച്ച് കോമണർ.
അല്ലേ? ഇപ്പോൾ നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇവർ കോമണർ അല്ല, സെലിബ്രിറ്റീസ് ആണെന്നാണ് പറയുന്നത്. സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവിൽ പൃഥ്വിരാജ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, മോഹൻലാൽ, മമ്മൂട്ടി, വിജയ് അങ്ങനെയുള്ള ആളുകളാണ് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്. കാരണം അവർ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ആളുകളാണ്. എവിടെ ചെന്നാലും അവരെ കാണാൻ ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെ ഒരാളെയും കൊണ്ടുവരാൻ പറ്റില്ല. അത്ര വലിയ പേയ്മെന്റ് കൊടുത്തൊന്നും ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. പൃഥ്വിരാജിനെയോ കുഞ്ചാക്കോ ബോബനെയോ ചിലപ്പോൾ ഗസ്റ്റുകളായിട്ട് കൊണ്ടുവരും, അല്ലാതെ കണ്ടസ്റ്റൻസ് ആയിട്ട് കൊണ്ടുവരും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും നടക്കില്ല. ബിഗ് ബോസിന്റെ പെർസ്പെക്റ്റീവിൽ സെലിബ്രിറ്റി കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ ഒരു 1,00,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുക. അവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഒന്നും തിരിച്ചൊന്നും അറിയില്ല, പക്ഷെ അവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇപ്പോൾ സീരിയൽ ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ഇവരെയൊക്കെ എന്ന് വെച്ചാൽ ഒരു സീരിയലിൽ ചിലപ്പോൾ ഒരു വേഷം ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇവർ അടാറ് സെലിബ്രിറ്റീസ് ഒന്നും ആവില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സീരിയൽ കാണുന്ന കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, അത്തരത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 കോമണേഴ്സ് സെലിബ്രിറ്റീസ് ആണോ ഇൻഫ്ലുവൻസേഴ്സ് ആണോ അങ്ങനെയൊന്നും വേണ്ട. ബിഗ് ബോസ് എന്താണ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നല്ല കണ്ടന്റുകൾ തരുമെന്ന് തോന്നുന്നതും നല്ല ടോക്കിംഗ് സെൻസ് ഉള്ളതും നല്ല ജീവിതകഥ ഉള്ളതും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതകഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് സീസൺ 4 ജാസ്മിനും സീസൺ 2 സായി വിഷ്ണു, അതോടൊപ്പം തന്നെ സീസൺ 2 അഡോണി, നമ്മുടെ ഈവൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വരെ നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ആയിരിക്കും അറിയായിരുന്നു. നമ്മുടെ റോബിനൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്നതുമായിട്ടുള്ള ആ ഒരു വീഡിയോ. അതിനകത്ത് കണ്ടില്ല, ഒറ്റ മനുഷ്യൻ റോബിൻ അറിയുന്നില്ല അവിടെ കൊച്ചിൻ എയർപോർട്ടിൽ ചെന്ന് നിന്നിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനകത്തോട്ട് കയറി ഇറങ്ങുമ്പോഴായിരിക്കും ഒരു സെലിബ്രിറ്റി പരിവേഷം കിട്ടുന്നത്. അതിന് മുന്നൊന്നും അങ്ങനെ വലിയ ആളുകളൊന്നും അറിയുന്ന വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടുന്ന ഒരാളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ വോട്ടുകളും അവരിലേക്ക് മാത്രം ചെന്ന് ചേരും. ഇപ്പോൾ പൃഥ്വിരാജും നമ്മുടെ ഒരു സാധാരണക്കാരനും പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഫാൻസ് ഉണ്ടാവും, പുള്ളിക്കാരൻ തന്നെ വോട്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ വായും കൊണ്ട് ചിലപ്പോൾ പറയും ഞങ്ങൾ സാധാരണക്കാരൻ വോട്ട് ചെയ്യുള്ളൂ. ഇല്ല, അവിടെ ചെല്ലുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ രാജുവേട്ടൻ വോട്ട് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബിഗ് ബോസിന്റെ കോമണേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണത്. ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നല്ല കണ്ടന്റുകൾ ഇവർ രണ്ടുപേരും തരുമെന്നുണ്ടെങ്കിൽ അവരെ തന്നെ എടുക്കുള്ളൂ. ഇപ്പം മെയിൽ കണ്ടസ്റ്റൻസും ഇതുപോലെ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ മെയിൽസിനേക്കാളും കൂടുതൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ജീവിതകഥ ഉള്ളതും അതുപോലെ തന്നെ നല്ല കണ്ടന്റുകൾ തരുന്നതും നല്ല ടോക്കിംഗ് സെൻസ് ഉള്ളതും ഇവർക്കാണെന്ന് ബിഗ് ബോസിന് തോന്നി, ക്രൂ മെമ്പേഴ്സിന് തോന്നി. അതുകൊണ്ട് തന്നെ അവരെ സെലക്ട് ചെയ്തു. അപ്പോൾ ബിഗ് ബോസ് സെലക്ട് ചെയ്ത ഒരാൾക്കാരെ മോശം പറയേണ്ട കാര്യം നമുക്കില്ല. എങ്ങനെയാണ് ഇനി അവരുടെ ഗെയിമിനെ മോശം പറയാം? തീർച്ചയായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ 2 കോമണേഴ്സും അവിടെ ചെന്ന് വാങ്ങി ഊങ്ങി ആരോട് സംസാരിക്കാതെ ഞങ്ങൾ കോമണേഴ്സ് അല്ലേ, അവർ സെലിബ്രിറ്റീസ്, അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരോട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കുറ്റം പറയാനും ചീത്ത പറയാനായിട്ടുള്ള അധികാരമുണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് ഒരാൾ സെലക്ട് ആയി പോയതാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മുടെ ബിഗ് ബോസിനെ പ്രൂവ് ചെയ്താണ് അവർ കയറിപ്പോയത്. അവിടെ ചെന്നിട്ട് ഉടായ്പ പരിപാടി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറാം. അതിനൊന്നും ഒന്നും പറയില്ല. ഇപ്പോൾ അവരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അവർ കോമണേഴ്സ് ആണ്. ഡേ 1 അവരത് കയറി കഴിഞ്ഞ് ഡേ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് അവർ സെലിബ്രിറ്റീസ് അല്ല, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയി. പിന്നീട് അവരെ സെലിബ്രിറ്റി ആക്കണോ അല്ലെങ്കിൽ താത്തി കെട്ടണോ എന്നൊക്കെ നിങ്ങൾക്ക് അവരുടെ ഗെയിം കണ്ട് തീരുമാനിക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കോമണേഴ്സിനെ സെലക്ട് ചെയ്തു, അവർ അടിപൊളിയായിട്ട് ചെയ്യട്ടെ കാര്യങ്ങളെല്ലാവരും. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്